നമസ്കാരം. വളരെ സ്റ്റൈലിഷ് മേക്കിങ്ങിൽ പിറന്ന പക്ക മാസ് ത്രില്ലർ പടം. ആഷിഖ് അബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബിനെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഇതുവരെ അവതരിപ്പിക്കാത്തൊരു ജോണറുമായി എത്തിയ ആഷിഖിന്റെ മികച്ചൊരു കംബാക്ക് പടം കൂടിയാണ് ചിത്രം എന്നതിൽ തർക്കത്തിന് സ്ഥാനമുണ്ടാകില്ല. റെട്രോ സ്റ്റൈലിൽ വിന്റേജ് ലുക്കിൽ ആദ്യാവസാനം വരെ ഡാർക്ക് തീം ഫോളോ ചെയ്ത് അണിയിച്ചൊരുക്കിയ ചിത്രം പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന പക്ക സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. 1991 നടക്കുന്ന കഥയാണ് റൈഫിൾ ക്ലബ്ബ് പറയുന്നത്. അവറാൻ, ദയാനന്ദ്, കുഴിവേലി ലോനപ്പൻ, ഷാജഹാൻ, ഇട്ടിയാനം തുടങ്ങിയവരാണ് റൈഫിൾ ക്ലബ്ബിലെ പ്രധാന കഥാപാത്രങ്ങൾ. ദയാ ഗ്രൂപ്പ് മേധാവിയാണ് ദയാനന്ദ്. ഇയാൾക്ക് 2 മക്കളുണ്ട്. ഇവരാണ് ദയാനന്ദിന്റെ എല്ലാം. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മകനെ ഇയാൾക്ക് നഷ്ടമാകുന്നു. ഇതിന് കാരണക്കാരായത് ഒരു ഡാൻസ് ഗ്രൂപ്പാണ്. ഇതേ സമയം ഇങ്ങ് സുൽത്താൻ ബത്തേരിയിൽ റൈഫിൾ ക്ലബ് കുടുംബത്തിൽ ഷാജഹാൻ എന്ന സിനിമാ നടൻ തന്റെ പുതിയ ചിത്രത്തിന്റെ ആവശ്യത്തിനായി എത്തുന്നു. ഇവിടെയാണ് ഡാൻസ് ഗ്രൂപ്പിലെ 2 പേര് വരുന്നത്. ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് റൈഫിൾ ക്ലബിലെ പ്രമേയം. പണ്ട് ടിപ്പുവിന്റെ കാലത്ത് പിന്മുറക്കാരായി കൈമാറി വന്ന തോക്ക് ശേഖരങ്ങൾ സംരക്ഷിക്കുന്നവരാണ് റൈഫിൾ ക്ലബിലെ കുടുംബാംഗങ്ങൾ. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും ഗൺ ഉപയോഗിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. ഇവർക്ക് മുന്നിലാണ് റിവഞ്ച് ചെയ്യാനായി ഒരു കൂട്ടർ എത്തുന്നത്. പിന്നെ പൂരം പറയേണ്ട. ആദ്യ സീൻ മുതൽ തുടങ്ങിയ വെടിയൊച്ച അവസാനം വരെ നിലനിർത്തുന്നതിൽ ചിത്രം വളരെയധികം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഇന്നതെന്ന് എടുത്തു പറയാനാകാത്ത വിധമാണ് സിനിമയുടെ ഓരോ മേഖലകളും കൈകാര്യം ചെയ്തിരിക്കുന്നവർ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിനെ വലിച്ചിഴക്കാതെ ഒരു സിനിമാ സ്ക്രീനിൽ നിന്നും പ്രേക്ഷകൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നല്ല വെടിപ്പായി തന്നെ ആഷിഖ് അബു ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്യാം പുഷ്കർ, ദിലീഷ് കരുണാകരൻ, സുഹാസ് എന്നിവരുടെ തിരക്കഥ അതിന് മികച്ചൊരു അടിത്തറ പാകിയിട്ടുമുണ്ട്. ആദ്യാവസാനം മുതൽ വാവ് ആൻഡ് സിനിമാറ്റിക് മൊമെന്റ്സുകളാൽ സമ്പന്നമാണ് റൈഫിൾ ക്ലബ്ബ്. ഫ്രെയിംസ്, സീൻസ്, കാസ്റ്റിംഗ് തുടങ്ങി സംഭാഷണങ്ങളിൽ വരെ അത് നിലനിർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നത് പ്രശംസനീയമാണ്. വിന്റേജ് ലുക്കിൽ ഇറങ്ങിയ പടമായതുകൊണ്ട് തന്നെ തീമായാലും കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെതായ രീതിയിൽ പക്കയായി കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. ഒരു ചെറിയ കഥയുടെ അകമ്പടിയിൽ തുടങ്ങിയ സിനിമ കണ്ടിറങ്ങുമ്പോൾ തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത പ്രതീതിയാണ് പ്രേക്ഷകന് സമ്മാനിച്ചിരിക്കുന്നത്. അത്രയ്ക്കുണ്ട് ക്ലൈമാക്സിന്റെ പവർ. ആഷിഖ് അബുവിന്റെ തന്നെ ഛായാഗ്രഹണം ഓരോ നിമിഷം കഴിയുന്തോറും സിനിമയുടെ മാറ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. റൈഫിൾ ക്ലബ്ബിൽ എടുത്തു പറയേണ്ടത് റെക്സ് വിജയന്റെ പശ്ചാത്തല സംഗീതമാണ്. കിടിലൻ തീമുകൾക്കും ഇൻട്രോകൾക്കുമൊപ്പം അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീതം കൂടിയായപ്പോൾ തിയേറ്റർ ചെറുതല്ലാത്ത ആവേശം തന്നെ പ്രേക്ഷകന് സമ്മാനിച്ചിട്ടുണ്ട്. അജിയൻ ചാലിശ്ശേരിയുടെ ആർട്ട് വർക്കും പ്രശംസനീയമാണെന്നതിൽ തർക്കമില്ല. റൈഫിൾ ക്ലബിലെ അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചെറുതു മുതൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വരെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ, വിജയരാഘവൻ തുടങ്ങി എല്ലാവരും എപ്പോഴത്തെയും പോലെ അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. റാഫി, വിനീത് കുമാർ, സുരേഷ് കൃഷ്ണ, ഹനുമാൻ കൈൻ സൂരജ്, സെന്ന ഹെഗ്ഡെ, വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ, സുരഭി ലക്ഷ്മി, പ്രശാന്ത് മുരളി, നടേഷ് ഹെഗ്ഡെ, പൊന്നമ്മ ബാബു, രാമു, വൈശാഖ് ശങ്കർ, നിയാസ് മുസ്ലിയാർ, റംസാൻ മുഹമ്മദ്, നവനി ദേവാനന്ദ്, പരിമൾ ഷായിസ്, സജീവ് കുമാർ, കിരൺ പീതാംബരൻ, ഉണ്ണി മുട്ടത്ത്, ബിപിൻ പെരുമ്പിള്ളി, ചിലമ്പൻ, ഇന്ത്യൻ തുടങ്ങിയവരാണ് മറ്റു വേഷങ്ങളിലെത്തി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. ആകെ മൊത്തത്തിൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ആഷിഖ് അബുവിന്റെ സംവിധാന മികവ് ഒരിക്കൽ കൂടി പ്രകടമാക്കുന്ന ചിത്രം പ്രേക്ഷകരെ തിയേറ്ററിൽ ആനയിക്കുമെന്ന് ഉറപ്പാണ്.